അപ്പോൾ അതേ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളതായിരുന്നു. കാരണം ഒരു പ്ലാനും ചെയ്യാണ്ട് പെട്ടെന്നുണ്ടായ ഒരു ഫോൺ കോളിലുണ്ടായ ഒരു ട്രിപ്പാണിത്. അങ്ങനെ നമ്മൾ ഒരു വൈകിട്ട് ഒരു 8 മണി 8:30 കൂടി നമ്മളൊരു ഊബറൊക്കെ വിളിച്ചിട്ട് നേരെ നമ്മൾ തൃശ്ശൂർക്ക് പോവാണ്. നമ്മളൊരു പാക്കേജിലാട്ടോ പോകണം. അപ്പോൾ അവർ തൃശ്ശൂരാണ് വണ്ടി വരിക. അപ്പോൾ നമ്മളെല്ലാവരും വേഗം ഊബറൊക്കെ വിളിച്ച് പാറമേക്കാവിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് അടിപൊളി മഴയും കാറ്റും ഇടിവെട്ടും. ഞങ്ങൾ സത്യം പറയാമല്ലോ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് വരെ വിചാരിച്ചു. അത്രയും എന്താ പറയുക, വണ്ടി കിട്ടാനും ബുദ്ധിമുട്ട്, ഒരു വണ്ടി പോലും ഇല്ല. അപ്പോൾ എങ്ങനെ ഇവിടേക്ക് എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോൾ അത് തൃശ്ശൂർ നല്ല മഴ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും എന്തോ ഭാഗ്യം കൊണ്ട് ഇടി മഴയൊക്കെ കുറഞ്ഞു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ എന്താ പറയുക, രാത്രിയാണല്ലോ, സിനിമയും കണ്ട് ഞങ്ങൾ അങ്ങനെ കടന്നുറങ്ങിട്ടോ. വാഴ 2 ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കണ്ട് ഇപ്പോൾ ഇതാ രാവിലെ ആയി. പിന്നെ കാട്ടിക്കൂടിയായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ട്രിപ്പായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. കാരണം ഞങ്ങളിങ്ങനെ പാക്കേജിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ഒരു പാക്കേജൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും, ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും, നമ്മൾക്ക് സുഖമായിരിക്കും അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറയാച്ചാൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അടിപൊളി ട്രിപ്പായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എവിടേക്കാണ് സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പതുക്കെ പറഞ്ഞുതരാം. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ചിലപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും. പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂമിലാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും നമ്മുടെ എന്താ പറയുക ഹോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേഗം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വേഗം റൂമിൽ കൊണ്ടുപോയി സെറ്റാക്കിയിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആദ്യം വന്ന ദിവസം നമുക്ക് പുറത്തുനിന്ന് കേട്ടോ ഫുഡ്, ഹോട്ടലിൽ നിന്നായിരുന്നു ഫുഡ്. അങ്ങനെ ഒരു ഹോട്ടൽ അമറിലൊക്കെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടെ. നല്ല വിശപ്പുണ്ട്, ഇച്ചിരി വൈകിയുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ വേഗം പൂരിയും അതേപോലെ ഇതിനുള്ള കറിയും പിന്നെ പാസ്ത ദോശ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുത്ത് കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടു. അപ്പോൾ ഇതാണ് റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്താ പറയുക, ഒരു റൂമിൽ 2 പേരാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇതായിരുന്നു അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ബെഡ്റൂം. നമുക്ക് പിന്നെ ഒരു ബെഡ്റൂം ആവശ്യമുള്ളൂ സത്യം പറയാച്ചാൽ. ഇവിടെ കിടക്കാൻ മാത്രമേ നമ്മൾ വരാറുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റേ റൂമിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാം. നല്ല ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആട്ടോ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ബേസിനും അതേപോലെ കണ്ണാടിയൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.